പ്രണയസഖി ഭാഗം 16. അറിയില്ലെന്നോ? അവളുടെ തോളിൽ ശക്തമായി തൻ്റെ ദേഷ്യം തീർക്കും പോലെ അമർത്തിപ്പിടിച്ചതും പൂജ അവനെ മുഖമുയർത്തി നോക്കി. അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് കുറച്ചു നേരം അവൾ നോക്കി നിന്നു. അവളുടെ തോളിൽ ശക്തമായി തൻ്റെ ദേഷ്യം തീർക്കും പോലെ അമർത്തിപ്പിടിച്ചതും പൂജ അവനെ നോക്കി. അവൻ്റെ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് കുറച്ചു നേരം അവൾ നോക്കി നിന്നു. എന്താടി തുറച്ചു നോക്കുന്നത്? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ചുമലിലേക്ക് അമർത്തിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നിങ്ങൾ എന്നെ വിട്ടേ. എന്തറിഞ്ഞിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? വിട്ടേ. വിടാനോ? നിനക്ക് ഞാൻ വിട്ടിട്ട് വേണം അല്ലേൽ ഓടി അവൻ്റെ കൂടെ പോകാൻ, അല്ലേടി? സ്വന്തം ഭർത്താവ് വീട്ടിലില്ലാത്ത നേരം നോക്കി കാമുകനെ അവൻ്റെ വീട്ടിൽ വിളിച്ചു കയറ്റാനുള്ള നിൻ്റെ ധൈര്യം സമ്മതിക്കണം. അവൻ്റെ മുഖത്ത് നിറയുന്ന പരിഹാസം അവൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഇനി അങ്ങോട്ട് അവൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാകും പ്രതികരണമെന്ന് അവൾക്കറിയാമല്ലോ. തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സവനില്ല. അതുകൊണ്ട് തന്നെ അവനോട് ഒന്നും പ്രത്യേകിച്ച് പറയാൻ നിൽക്കുന്നുമില്ല. വിളിക്കടി നിൻ്റെ മറ്റവനെ. ഈ നിമിഷം നിന്നെ അവൻ്റെ കൂടെ വിടുവാൻ ഞാൻ. എനിക്ക് വേണ്ട ഇങ്ങനെയൊരു ഭാര്യയെ. എന്നെ ഓരോ നിമിഷവും ചതിച്ചുകൊണ്ടിരിക്കുന്ന പിശാചാണ് നീ. അവൻ ദേഷ്യത്തോടെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നുണ്ട്. പൂജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മറ്റങ്ങ നോക്കി അങ്ങനെ നിന്നവൾ. ഒന്നും മിണ്ടാതെയുള്ള അവളുടെ നിൽപ്പ് കാണും തോറും അവന് അടിമുടി വിറഞ്ഞു കയറി. അവളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അവൻ്റെ മുഖത്തിപ്പോൾ. എന്നിട്ടും സ്വയം അടക്കി നിർത്തുന്നത് അവളെ എന്തെങ്കിലും ഒരു പരിധി വിട്ട് ചെയ്തു പോകുമെന്ന് കരുതിയാണ്. വിളിക്കടി അവനെ. ഇല്ല. ഉടനടി അവൾ മറുപടി പറഞ്ഞതും അവൻ്റെ മുഖം ചുമന്നു. പിന്നെ എന്താടി നിൻ്റെയും അവൻ്റെയും ഉദ്ദേശം? എൻ്റെ താലിയും കഴുത്തിലിട്ട് അവനുമായി രഹസ്യമായി നിനക്കിടെ ഇടപാട് നടത്താനോ? അവൻ പറയുന്നത് കേട്ട് അവൾക്ക് തൊലിയൊരും പോലെ തോന്നി. എന്താടി, നിനക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് കാണിക്കാം, പക്ഷെ ഞാനത് പറയുന്നതാണ് കുറ്റമാകുന്നത്. നീയൊക്കെ കാണിച്ചു കൂട്ടിയത് ഓർക്കുമ്പോൾ നിന്നെ കൊല്ലുകയാണ് വേണ്ടത്. ഞാൻ അതിന് നിൽക്കാതെ ഇങ്ങനെ ക്ഷമിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ വീട്ടുകാർക്കും ഇതിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേട് ഓർത്തിട്ടാണ്. അതിൻ്റെ പേരിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ. കഴിഞ്ഞ കാലം മതി. ഇനിയും എന്നോടിങ്ങനെ പറയല്ലേ. എനിക്ക് പൂജ ഇനിയും കേട്ടു നിൽക്കാൻ പറ്റാത്തതുപോലെ അവനോട് പറഞ്ഞു. കവളിലെ വേദനയെക്കാളും വീണ്ടും വീണ്ടും അവൻ്റെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകളായിരുന്നു അവളെ നോവിച്ചത്. അതവൾക്ക് കേട്ടു നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു. തൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി അവൻ പറയുന്നത് കേൾക്കാൻ പോലും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഇനി മുന്നോട്ട് പറ്റില്ല പൂജ, അവൻ എന്തോ തീർപ്പ് പോലെ പറഞ്ഞു. ഗൗതം കൈകെട്ടി നിന്ന് പറഞ്ഞതും അവൾ നിർവികാരതയോടെ അവൻ പറയുന്നത് കേട്ടു നിന്നു. കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ അവൾ അവനുള്ള മറുപടി പോലെ പതിയെ മൂളി. ഇവിടെ നിറങ്ങിയാൽ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കില്ലെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഇനിയും പരിഹാസപാത്രമായി നാട്ടുകാർക്കും വീട്ടുകാർക്കുമിടയിൽ ജീവിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. അതുമാത്രമല്ല, കിരൺ പിന്നാലെ കൂടിയിരിക്കുന്നിടത്തോളം ഇനിയും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. പൂജ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മിഴി രണ്ടും അമർത്തി തുടച്ചു. പൂജയും പിടിച്ചു വലിച്ച് ഗൗതം മുകളിലേക്ക് പോയിട്ട് കുറച്ചു നേരമായി. ഈ നേരം അത്രയും അവരുടെ ഒരനക്കവും കേൾക്കാതെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ആശയും ഗൗതമിൻ്റെ അച്ഛനുമൊക്കെ താഴെ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ കൊച്ചിനെ അവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ? എനിക്കെന്തോ അവൻ്റെ ദേഷ്യം കണ്ടിട്ട് പേടി തോന്നുമോ? അല്ലേ തന്നെ അവൻ എടുത്തു ചാട്ടവും ദേഷ്യവുമൊക്കെ ഒരല്പം കൂടുതലാണ്. നീ പേടിക്കാതെ കുറച്ചു നേരം കൂടി നോക്കാം. നമ്മൾ കയറി ചെന്നിട്ട് കൂടുതൽ പ്രശ്നമാകണ്ട അവർക്കിടയിൽ. അങ്ങനെ പറയുമ്പോഴും അയാളുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു. ഗൗതമിൻ്റെ സ്വഭാവം അയാൾക്ക് നന്നായി അറിയാം. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണവും അറിയാതെ അവനവളെ വെറുതെ വിടില്ല. ഗൗതമിൻ്റെ സ്വഭാവം പണ്ട് തൊട്ടേ അങ്ങനെയാണ്. വേറെ ഒന്നും അതിന് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. കുറച്ചു നേരം കൂട്ടിയിട്ട് ചെന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. അവർ രണ്ടാളും പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നേരം കൊണ്ട് ഗൗതം താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. അവന് പിന്നാലെ ഇറങ്ങി വരുന്ന പൂജയും അവളുടെ കയ്യിലിരിക്കുന്ന ഭാഗം കൂടി കണ്ടതും ആശ ഞെട്ടലോടെ അടുത്ത് നിൽക്കുന്ന ഭർത്താവിനെ നോക്കി. തന്നെപ്പോലെ തന്നെ ആളും കാണുന്ന കാഴ്ചയിൽ ഞെട്ടി നിൽക്കുവാണെന്ന് അവർക്ക് മനസ്സിലായി. ഗൗതം, നീ പൂജ മോളെയും കൊണ്ട്? അച്ഛൻ ചോദിക്കുന്ന കേട്ട് അവൻ്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ഇപ്പം തിരികെ കൊണ്ടുവിടുന്നതും എൻ്റെ തീരുമാനമാണ്. ഗൗതം, നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെ തോന്നുമ്പോൾ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഇത് നീ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട സാധനമൊന്നുമല്ല. അച്ഛന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും നമുക്ക് പരസ്പരം പറഞ്ഞു തീർക്കാം. നീ ആദ്യം ഒന്ന് അടങ്ങ്. മോളെ. ഗൗതമിനടുത്തായി തല കുടിച്ചു നിൽക്കുന്ന പൂജയോടായി അയാൾ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ഗൗതം അച്ഛനോടും അമ്മയോടും താൻ പോകുന്നതുവരെ ഒന്നും പറയരുതെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവർ തന്നെ വെറുക്കും. ഇത്രയും ദിവസം ഇവിടെ വന്ന് ഇവർക്കൊപ്പം കഴിഞ്ഞ അത്രയും ദിവസം സ്വന്തം മകളെപ്പോലെ കണ്ട് സ്നേഹിച്ചതാണ് രണ്ടുപേരും. തന്നെ അവരെ ഞാൻ ചതിച്ചെന്നറിഞ്ഞാൽ
പൂജ കണ്ണുകൾ ഇറകിയടിച്ചു. ആരെയും നോക്കാതെ അവൾ മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്ന് അവൻ്റെ അച്ഛനും അമ്മയുമൊക്കെ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഒന്നും കേൾക്കാൻ നിൽക്കാതെ പൂജ അവരുടെയൊന്നും പിൻവിളിക്ക് കാത്തു നിൽക്കാതെ ഇറങ്ങി നടന്നു. ജീവിതത്തിൽ എല്ലാ രീതിക്കും എല്ലായിടത്തു നിന്നും വെറുക്കപ്പെട്ട് ഇറങ്ങേണ്ടി വന്നൊരു ശാപം പിടിച്ചൊരു ജന്മമാണ് താനെന്ന് അവൾക്ക് തോന്നി ആ നിമിഷം. ഇവിടെ ഇറക്കി വിട്ടാൽ മതിയെന്നേ. ഏറെ നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ പൂജ പുറത്തേക്ക് നോക്കിയിരുന്നുകൊണ്ട് ഗൗതമനോടായി പറഞ്ഞു, നിന്നെ ഇവിടെ തന്നെ ഇറക്കി വിടേണ്ടത്. പക്ഷേ നിന്റെ വീട്ടുകാരറിയണമല്ലോ ഞാൻ എന്തിനാ നിന്നെ കൊണ്ടുവിടുന്നതെന്ന്. അത് ഞാൻ അവരോട് പറഞ്ഞോളാം. എന്ത്, നീ നിന്റെ കാമുകനെ ഭർത്താവില്ലാത്ത നേരം നോക്കി എൻ്റെ വീട്ടിൽ വിളിച്ച് കയറ്റിയെന്നു? അവനൊരു പരിഹാസത്തോടെ പറഞ്ഞതും പൂജ അവനെ തുറച്ചു നോക്കി. ഇങ്ങനെ നോക്കരുത് നീ എന്നെ. ക്ഷമ കിട്ടിയെന്ന് വരില്ല എനിക്ക്. ഞാൻ കാണുന്നുണ്ട് നിന്റെ മറ്റവനെയും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി തിരിച്ച് വീട്ടിലേക്കില്ല. ഇത്രയും നേരം ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടില്ലേ? ഞാൻ പറയുന്നതൊക്കെ നീ കേട്ടത് അത്ര വലിയ കാര്യം പോലെയൊക്കെ പറയാതെ പൂജയെ. ഗൗതം ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. പ്ലീസ് എന്നെ വിട്. ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിടാമോ? അവൾ കൈകൂപ്പി പറഞ്ഞതും ഗൗതം വണ്ടി നിർത്തി. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കണ്ണുനീർ അവനെ അസ്വസ്ഥനാക്കിയിരുന്നു. എത്രയൊക്കെ വെറുത്തെന്ന് പറഞ്ഞാലും പൂർണ്ണമായും അവളെ വെറുക്കാൻ അവന് കഴിയില്ലായിരുന്നു. അതിനും ഒരു കാരണമുണ്ടായിരുന്നു. അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും പൂജ പതിയെ അവനെ ഒന്ന് നോക്കിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൾ ഇറങ്ങി ഡോർ അടച്ചതും അവനൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ്റെ കാർ വേഗത്തിൽ ഓടിച്ച് ദൂരേക്ക് നീങ്ങിയിരുന്നു. അവൻ പോകുന്നത് നോക്കി ചലനമറ്റവളെപ്പോലെ അവൾ നിന്നുപോയി. ഇനി എന്ത് എന്നറിയാതെ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോയൊരു പെണ്ണായി പൂജ മാറിയത് എത്ര വേഗമാണ്. കയ്യിലിരിക്കുന്ന ബാഗിൽ അവളുടെ വിരലുകൾ മുറുകി. അന്ന് ആദ്യമായി അവളുടെ മനസ്സിലേക്ക് ഗൗതമിൻ്റെ മുഖം ഒരിക്കൽ കൂടി കടന്നു വന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് പൂജ. മടിയിലിരിക്കുന്ന ബാഗിൽ കൈ അമർത്തി പിടിച്ചിട്ടുണ്ട് ഒരു ബലത്തിനെന്നോണം. ഗൗതം ഇവിടെ ഇറക്കി വിട്ട് പോയിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അവൻ തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലെങ്കിലും എന്തോ അവൾ അവൻ്റെ കാറ് പോയ വഴിയിലേക്ക് ഇടയ്ക്കിടെ നോക്കുന്നുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നോ എന്തു ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. വീട്ടിലേക്ക് എന്തായാലും ഇനി പോകില്ല. ഒരു കണക്കിന് തന്നെ നട തള്ളിയതാണെന്ന് അവിടെയുള്ളവർ ഞാൻ ഉണ്ടാക്കിയ മാനക്കേട് മാറ്റാൻ വേണ്ടി ഗൗതമിൻ്റെ തലയിലേക്ക് എന്നെ കെട്ടിവെച്ചു. ചെന്നതും പെട്ടതുമൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നല്ലെന്ന് ഓർക്കുമ്പോഴാണ് പൂജയുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അത്രയും സങ്കടം തോന്നി. ബാഗിൽ കിടക്കുന്ന ഫോൺ അടിക്കുന്നത് കേട്ടാണ് അവൾ പിടച്ചിലോടെ ചുറ്റിനും നോക്കിയത്. അടുത്തെങ്ങും ആരും തന്നെയില്ല. കൈ നീട്ടി ബാഗിൽ നിന്ന് ഫോൺ എടുത്തതും അവൾക്കടുത്തേക്ക് ഒരു കാർ വന്ന് നിന്നിരുന്നു. പൂജയുടെ ശ്രദ്ധ ആ കാറിലേക്ക് നീണ്ടതും അതിലിരിക്കുന്ന ആള് അവൾക്കടുത്തേക്ക് നടന്നു വന്നിരുന്നു. ഒരു നിമിഷം ഞെട്ടലോ മറ്റെന്തോ ഭാവമൊക്കെയായിരുന്നു അവളിൽ. അവളോട് അവനെന്തോ സംസാരിക്കാൻ വന്നതും അവരെ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റൊരാൾ കുറച്ചു മാറി നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്ന് കയറി. അവർക്കടുത്തേക്ക് ചെല്ലാനൊരുങ്ങിയവൻ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ അവിടെ നിന്ന് മാറി. അവളുടെ ജീവിതം അവൾ പോലും അറിയാതെ ആ നിമിഷം മാറി തുടങ്ങിയിരുന്നു. ചില ബന്ധങ്ങളിൽ നിന്ന് എന്നത്തേക്കുമായി അവൾ അകന്നു പോവുകയായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം. പൂജ പൂജ പെണ്ണെ, ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വരുന്നുണ്ടോ? ഇന്നും താമസിച്ചാൽ അയാൾ നമ്മളെ രണ്ടുപേരെയും കൊല്ലും. ബാത്റൂമിൻ്റെ വാതിൽ തട്ടി പുറത്തുനിന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടതും പൂജ കണ്ണു തുടച്ചു. ഇപ്പോൾ ഇറങ്ങാടി, ഒരു 5 മിനിറ്റ് കൂടി. പൂജ ധൃതിയിൽ തോർത്തെടുത്ത് തല തുവർത്തിക്കൊണ്ട് പുറത്തു നിൽക്കുന്നവൾക്ക് മറുപടി കൊടുത്തതും പിന്നെ അനക്കമൊന്നുമുണ്ടായില്ല. പൂജയ്ക്ക് മനസ്സിലായി ഹിരണി പോയെന്ന്. തല തുവർത്തി ബാത്റൂമിലെ കണ്ണാടിക്ക് മുന്നിലേക്ക് വന്നു നിന്നു. കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിലേക്ക് അവൾ ഒരു നിമിഷം നോക്കി നിന്നു. അത്ര വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും പൂജയുടെ ജീവിതം കഴിഞ്ഞ 6 മാസം കൊണ്ട് ഗതിമാറി ഒഴുകിത്തുടങ്ങിയിരുന്നു. ഒരിക്കലും പുറത്തു കടക്കില്ലെന്ന് പലതിൽ നിന്നും പുറത്തു കടന്നിരുന്നവൾ. പൂജ! ഹിരണിയുടെ വിളി കേട്ടതും പൂജ പെട്ടെന്ന് ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി. രണ്ടാൾക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് 2 പാത്രത്തിലാക്കി എടുത്ത് ബാഗിലേക്ക് വെച്ചിട്ടാണ് അവരൊരുമിച്ച് കാപ്പി കുടിക്കാനിരുന്നത്. നാളെ വേറെന്തെങ്കിലും ഉണ്ടാക്കാം. അല്ലെങ്കിൽ വേണ്ട, നാളെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. 2-3 ദിവസമായി ഈ ചപ്പാത്തി രാവിലെ നിന്ന് മടുത്തല്ലേ? ഒട്ടും താല്പര്യമില്ലാതെ വിശപ്പ് കൊണ്ട് മാത്രം എങ്ങനെയൊക്കെയോ ചപ്പാത്തി മുക്കി കഴിച്ചു കിടക്കുന്നവളെ നോക്കി പൂജ ചിരിച്ചു. അവൾ പറഞ്ഞതുപോലെ കഴിക്കാൻ തനിക്കും മടിയാണ്. 2-3 ദിവസമായി ഇത് തന്നെയാണ് രാവിലെ കഴിക്കാൻ. രാവിലത്തെ സമയക്കുറവ് കൊണ്ടാണ് മറ്റൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ പാക്കറ്റ് ചപ്പാത്തി തലേന്ന് വാങ്ങി വെക്കുന്നത്. അത് രാവിലെ എടുത്ത് ചൂടാക്കി കൂടെ എന്തെങ്കിലും കറിയും ഉണ്ടാക്കും. മടുപ്പായി തുടങ്ങിയെങ്കിലും താൻ വന്ന വഴികൾ ഓർക്കുമ്പോൾ ഇതൊക്കെ ധാരാളമാണെന്ന് ഓർക്കും. നമുക്കിന്ന് വരുമ്പോൾ പുട്ടുപൊടി വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിൽ കയറാം. രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാൽ പോരെ? അതൊന്നും വേണ്ട, വൈകിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു നേരമാകും. അതിൻ്റെ കൂടെ നീയാണേൽ നേരത്തെ എണീറ്റിട്ട് എന്നെ വിളിക്കാതെ ജോലിയെല്ലാം ചെയ്യും. അതൊന്നും സാരമില്ലടാ. എനിക്ക് വേണ്ട.
ഒന്നും പറയണ്ട. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരാൾ തന്നെ അങ്ങനെ പണിയെടുത്ത് കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല, ഹിരണി പെട്ടെന്ന് പറഞ്ഞു. കഥ ഇഷ്ടമാകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കമൻ്റ് ഇടാൻ മറക്കരുത്.